തരംഗം ആഞ്ഞടിച്ചു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ആരാകണമെന്നതാണ് പ്രധാനമായും ചർച്ച. ഇപ്പോൾ ഫ്ലെക്സ് ബോർഡുകളുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആര് മുഖ്യമന്ത്രി ആകണമെന്നാണ് സാറ് ആഗ്രഹിക്കുന്നത്? എനിക്ക് ആ കാര്യത്തിൽ എൻ്റെ സുചിന്തിതമായ അഭിപ്രായമുണ്ട്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ അഭിപ്രായം പറയും. അത് പബ്ലിക്കായിട്ട് ഇത്തരമൊരു ക്രിട്ടിക്കലായ സമയത്ത് അഭിപ്രായം പറയുന്നത് ശരിയായ കീഴ്വഴക്കമല്ല. അത്തരം കീഴ്വഴക്കം പാർട്ടിയിലുണ്ടെന്ന് അറിയുന്നവർ തന്നെയാണല്ലോ നേതാക്കന്മാരും. ഇപ്പോൾ ഇത്ര ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. KC വേണുഗോപാലിൻ്റെ പേര് വരുന്നു, VD സതീശൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ രമേശ് ചെന്നിത്തലയുടെ പേരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പം എല്ലാ പാർട്ടിയിലും ആരാധക വൃന്ദം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ പാർട്ടിയിൽ പോലും അത് ഇപ്പോഴും ഒരു പ്രകടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനൊരു സവിശേഷത ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ഇവിടെ ആരാണ് മുഖ്യമന്ത്രിയാണ് കാര്യം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഹൈക്കമാൻഡാണ് എല്ലാ കാലത്തും തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ എത്രയോ വർഷക്കാലമായിട്ട് ഇവിടെ മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുത്ത സമ്പ്രദായം എനിക്കറിയാം. ഞാൻ എൻ്റെ ഒരു ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ആ സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമായിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാൻ പോകുന്നത്. KC വേണുഗോപാലിൻ്റെ പേരൊക്കെ ഉയർന്നു വരുന്നു. അദ്ദേഹം ശക്തി തെളിയിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആളാണല്ലോ. അത് സാധാരണ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് MPമാരുടെ യോഗം വിളിച്ചു കൂട്ടും. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉന്നതനായ നേതാവ് അദ്ദേഹം ഒബ്സർവറായിട്ട് വരും. അദ്ദേഹത്തെ സഹായിക്കാൻ 1-2 നേതാക്കന്മാരുണ്ടാകും. അവരും ഡൽഹിയിൽ നിന്ന് വരുന്നവരായിരിക്കും. എല്ലാ MLAമാരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അതോടൊപ്പം സീനിയർ നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് അഭിപ്രായം എടുത്തുകൊണ്ട് ഘടകകക്ഷികളുമായി സംസാരിച്ചുകൊണ്ട് ഈ അഭിപ്രായങ്ങളൊക്കെ തന്നെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുമ്പാകെ വെക്കും. അവരാണ് അന്തിമമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക. എല്ലാ സാഹചര്യവും അവരാണ് കണക്കെടുക്കുക. എന്നിട്ടാണ് സാധാരണ നിയമിക്കാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സമീപനം സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തയാളെ പിന്നീട് മത്സരിപ്പിച്ച് മുഖ്യമന്ത്രിയാക്കുന്ന കീഴ്വഴക്കമുണ്ടോ? ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ടല്ലോ. പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പല സാഹചര്യങ്ങളിലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മത്സരിപ്പിച്ചിട്ട് ജയിച്ചിട്ട് ഉപതെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച് ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് കേരളത്തിൽ. അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഒരു വിവാദങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ ഒരു ഫാക്റ്റായിട്ട് പറഞ്ഞല്ലോ. ഐ വാണ്ട് ടു പുട്ട് ദി ഫാക്ട്സ് ബിഫോർ യു, ദാറ്റ്സ് ഓൾ. പിന്നെ KPCC നേതൃനിരയിൽ നിന്ന് തന്നെ ഒരുപാട് പേര് ജയിച്ചു പോയിട്ടുണ്ട്. അവരുടെ സ്ഥാനത്ത് തുടരണം, മാറണം, എങ്ങനെയാണ് കാര്യങ്ങൾ? അത് സ്വാഭാവികമായിട്ടും KPCC ഒരു പദവിയോട് അവർക്കിനി ഒരു എത്രത്തോളം അവർക്കെല്ലാം തന്നെ അതിനോട് ഒരു തരത്തിലുള്ള കൂറ് കാണിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ ഉത്തരവാദിത്വമല്ലേ MLA എന്നൊക്കെ പറഞ്ഞത്. നിയമസഭയിലെ പ്രവർത്തനം, അത് കഴിഞ്ഞ് മണ്ഡലത്തിലെ പ്രവർത്തനം, അപ്പോൾ ഭാരിച്ച ഉത്തരവാദിത്വമാണ് അവർക്കുള്ളത്. അപ്പോൾ ഈ ഒരു ഇത്രയും ആ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ള സമയത്ത് അവർക്ക് ഒരുപാട് പദവികൾ അലങ്കരിച്ചുകൊണ്ട് പോകുന്ന എത്രത്തോളം സഹായമായിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുള്ളത്. ഓക്കെ, റൈറ്റ്. KPCC അധ്യക്ഷനായ താങ്കൾക്ക് പാർട്ടിയിൽ വേണ്ട പരിഗണന, അർഹമായ പരിഗണന കിട്ടുന്നുണ്ടോ നിലവിൽ? എനിക്ക് എല്ലാ കാലത്തും പരിഗണന കിട്ടിയതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ അലങ്കരിക്കാത്ത പദവി ഏതാണത് ആലോചിച്ച് നോക്കൂ. രാഹുൽ ഗാന്ധിയെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷം പരിഗണനയല്ലേ? എല്ലാവരും എന്നെ ക്ഷണിക്കുന്നില്ലേ? എല്ലാ പരിപാടികൾക്കും ഞാൻ പോകുന്നില്ലേ? അതിലപ്പുറം എന്ത് പരിഗണന എനിക്ക് വേണ്ടത്? എവിടുന്നെങ്കിലും ആരെങ്കിലും പരിഗണന എനിക്ക് തരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലോ നമ്മൾ പാർട്ടിയിൽ നിൽക്കുന്നത്. മനസ്സിലാക്കണം. എല്ലാ കാര്യങ്ങളും നമ്മളോടൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ട് പോകണം എന്ന് മാത്രമല്ലേ നമുക്ക് ആഗ്രഹമുള്ളൂ. വേറെ ഒന്നുമില്ല കേട്ടോ. ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞില്ലല്ലോ. റൈറ്റ്. ഓക്കെ.